ഹലോ, എനിക്ക് സൺഡേ വന്നിട്ടുണ്ടായിരുന്നു 2 കൊറിയറാണിത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് രണ്ടും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു കുർത്തിയാണ്, ചിക്കൻ കാരി കുർത്തിയാണ്. ഒരു 300 എബോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, വേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിത് ജീൻസിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ജീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് പലാസോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലുക്ക് വരും, കാരണം അത് എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഇപ്പോൾ ഈ കാണുന്നതിനെക്കാട്ടിലും കംഫർട്ടബിൾ ആയിരുന്നു ഡ്രസ്സ്. പിന്നെ നല്ല സീത്രൂ ആണ് കേട്ടോ. സീത്രൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോർജറ്റാണ്, ലൈനിങ് വരാത്തൊരെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അകത്ത് നമുക്കൊരു ഇന്നർ യൂസ് ചെയ്ത് പറയേണ്ടി വരും. അപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സീത്രൂ ആണ്, നമുക്ക് അപ്പുറത്ത് നിൽക്കുന്നതന്നെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഇതൊരു സ്ട്രൈറ്റനിങ് ക്രീം ആണ്. സ്ട്രൈറ്റനിങ് ക്രീമും ഒരു സ്പാ ക്രീമും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബോക്സിനകത്ത് 3 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്രീം വന്നിരിക്കുന്നത് നമ്മുടെ ഓക്സി ഗ്ലോയുടെ സ്ട്രൈറ്റനിങ് ക്രീമാണ്. പിന്നെ ഓക്സി ഗ്ലോയുടെ തന്നെ ഒരു ഹെയർ സ്പാ. ഇത് രണ്ടുമാണ് ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. സ്ട്രൈറ്റനിങ് ക്രീം ഹെർബലാണ് കേട്ടോ, ഓക്സി ഗ്ലോ ഹെർബലാണ്. അപ്പോൾ സ്ട്രൈറ്റനിങ് ക്രീം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഹെയർ സ്പാ. ഹെയർ സ്പായുടെ റിവ്യൂ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം യൂസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിരുന്നാൽ, സ്ട്രൈറ്റനിങ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഹെയർ സ്പാ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം ഒന്ന് പൊട്ടിച്ച് നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഞാനെല്ലാം പൊട്ടിച്ച് കവറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. സ്പായുടെയും സ്ട്രൈറ്റനിങ് ക്രീമിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഒരു ബോക്സിനകത്ത് വരുന്നതിൽ ഒരെണ്ണം ന്യൂട്രലൈസ് ക്രീമാണിത്, ന്യൂട്രലൈസർ ക്രീം. ഞാനിതിൻ്റെ കുപ്പിയുടെ ഡിസൈൻ കണ്ടാൽ ഫസ്റ്റ് അതെടുത്തത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ സ്ട്രൈറ്റനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ന്യൂട്രലൈസർ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അത് ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് 1, 2. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ 2 ബോക്സും ഓപ്പൺ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മുടി നല്ല ചുരുണ്ടിട്ടാണ്. ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. അപ്പോൾ മുന്നേ ചെയ്തതൊക്കെ ഏകദേശം ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്രീം എനിക്ക് വേണ്ടി വരുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് 2 എണ്ണം മേടിച്ചത്. ഇത് വേണ്ട, 1 മതി എന്നുള്ളവർക്ക് 1 എണ്ണം വാങ്ങിച്ചാൽ മതി, 200 സംതിങ് രൂപ ആവത്തുള്ളൂ. ഞാൻ അടുത്ത ബോക്സും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം 2 എണ്ണം വാങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ 1 എണ്ണം മതിയാവും. ഇത് വന്നിട്ട് നമ്മുടെ ഹെയർ സ്പാ ആണ്. 250 രൂപയാണ് ഹെയർ സ്പായ്ക്ക് വരുന്നത്. 250 ഗ്രാമാണ് ഹെയർ സ്പാ വരുന്നത്. അപ്പോൾ ഞാനെൻ്റെ ഹെയർ ഒന്ന് കാണിക്കാം. ഇതൊരു അതായത് തുമ്പ് വന്നിട്ട് എൻഡ് വന്നിട്ട് സ്ട്രൈറ്റ് ആണ്, പക്ഷെ മേളിലോട്ടൊക്കെ ചുരുണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം. പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്ട്രൈറ്റനിങ് ക്രീം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് ട്യൂബിലാണ് വരുന്നത്. ഒരു സിൽവർ കവർ വെച്ചിട്ട് ജസ്റ്റ് ഇത് കവർ ചെയ്ത് വന്നിട്ടുണ്ട്, സിൽവർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, ഭയങ്കര സ്മെല്ലായിരുന്നു. നമുക്ക് റൂമിനകത്ത് ആർക്കും കയറാനേ പറ്റത്തില്ല ഈ സ്മെല്ലടിച്ചിട്ട്, അത്ര സ്മെല്ലായിരുന്നു. ഇത് കെമിക്കലല്ല, അപ്പോൾ അത്ര സ്മെല്ലുണ്ടാവും. എനിക്ക് ആ സ്മെല്ല് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ബൗളിലേക്ക് അത് ഞാൻ മാറ്റി. ബൗളിൽ ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അത് സ്ട്രൈറ്റനിങ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ക്രീമിൻ്റെ സ്മെല്ല് എത്രത്തോളം. നമുക്ക് ചിലർക്ക് അലർജി വരെ ഉണ്ടാവും ആ സ്മെല്ല്. ഓക്കെ, അപ്പോൾ ഞാനിത് 1 എണ്ണം മുഴുവനും ബൗളിൽ മാറ്റിയിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബൗളിലേക്ക് മാറ്റി. രണ്ടാമത് 1 എണ്ണം കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും പൊട്ടിച്ചിട്ട് പ്ലാസ്റ്റിക് ബൗളിലേക്ക് മാറ്റുകയാണ്.
അത്യാവശ്യം ഒരു ബൗൾ ഫുള്ള് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത ആ ഒരു കണ്ടെയ്നറിൽ ഏകദേശം 3/4 ഭാഗത്തോളം ക്രീം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചില്ല. ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഹെയറിനെ. ഡ്രയർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഒട്ടും തന്നെ ഓയിൽ കണ്ടൻറ്റ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഓയിലെല്ലാം കളഞ്ഞ് ഫുൾ നീറ്റാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. മുടിയിലുള്ള ചെടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് ശേഷം ഞാൻ ഇതിങ്ങനെ സെക്ഷനായിട്ട് ഹെയർ എടുക്കുന്നുണ്ട്. കുറച്ച് പോർഷൻ മുകളിൽ കെട്ടി വെച്ചിട്ട് ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്തേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ അതിലുണ്ടായിരുന്ന ഗ്ലൗസ് ഒന്ന് കയ്യിലിട്ട് നോക്കി ഇടുകയാണ്. അപ്പോൾ അത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിനെക്കാട്ടിലും ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ നമുക്കത് ഇങ്ങനെ കയ്യിൽ ഒന്നും പിടിക്കാനൊന്നും പറ്റാത്തൊരു ഫീൽ എനിക്ക് ഇട്ടപ്പോഴേ തോന്നിയായിരുന്നു. 2 ഗ്ലൗസും ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കി. ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഹെയർ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ഹെയറിൽ പിടിക്കുന്നൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ഇതിനിടയിൽ തന്നെ എൻ്റെ ഫേസിലൊരു ഹെയർ വന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മുടി, പക്ഷേ അതെടുത്ത് മാറ്റാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. മുടി സെക്ഷനായിട്ട് എടുത്തിട്ടും എനിക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ അതായത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ടഫായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. വെറുതെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാതെ ഞാനിത് ചെയ്തത്. പിന്നെ ഇതിന് ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കൈക്ക് വേറെ ഇറിറ്റേഷനോ അങ്ങനെ ഒന്നും വന്നില്ല. കൈ വെച്ച് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഹെയർ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് വലിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും നമ്മുടെ സ്കാൽപ്പിൽ ക്രീം ആവരുത്. സ്കാൽപ്പിൽ നിന്നൊരു 1 സെൻറ്റിമീറ്റർ വിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാൻ. ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൊത്തം അപ്ലൈ ചെയ്ത് ഇരിക്കുന്നതാണിത്. കോമഡി ആയിട്ടുണ്ട് കാണാൻ. ജസ്റ്റ് എന്നിട്ട് അതിന് 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തു. ഞാൻ അതിൽ 30 മിനിറ്റ് വെച്ചേക്കാൻ പറയുന്നത്. 1 മണിക്കൂറിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഹെയർ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ചുരുണ്ട ഹെയറിൽ നിന്ന് ഒരു മാറ്റം ഫീൽ ചെയ്തു. ഡ്രൈ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അത് അയൺ ചെയ്തു. അയൺ ചെയ്തിട്ട് ഞാൻ ഒരുപാട് അയൺ കൊടുത്തിട്ടില്ല ഹെയറിൽ. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഫ്ലാറ്റ് അയൺ വേണ്ടെന്ന് തോന്നിയിട്ട് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഹെയർ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹെയർ ഞാനവിടെ കാണിക്കുന്നുണ്ട്, ചുരുണ്ട് കിടക്കുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനൊരു സ്ട്രൈറ്റനിങ് ടെക്സ്ചറിലോട്ട് ക്രീമിന് മാറ്റാൻ പറ്റിയത്. അത്യാവശ്യം കൊള്ളാം എന്നെനിക്ക് തോന്നി. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ന്യൂട്രലൈസർ ക്രീം അപ്ലൈ ചെയ്യണം. 2 എണ്ണം ഉണ്ട്. ന്യൂട്രലൈസർ ക്രീം നമുക്കിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഒരു ബൗളിൽ എനിക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ഒഴിച്ചപ്പോൾ തന്നെ ഇത്ര എനിക്ക് ഹെയറിന് മതിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. സെക്കൻഡ് നമ്മുടെ കയ്യിലുള്ളതും കൂടി ഇനി ഒന്നുകൂടി പൊട്ടിച്ചൊഴിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ്. പിന്നെ വേണ്ട, ഡാമേജ് കുറയ്ക്കാനല്ലേ, എന്തായാലും നമ്മൾ 2 ക്രീം യൂസ് ചെയ്തു. അത് 2ഉം കൂടി പൊട്ടിച്ചൊരു കണ്ടെയ്നറിൽ ഒഴിച്ച് തേക്കുകയാണ്. ഇത്രയും ഉണ്ടായിരുന്ന ക്രീം നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇനി വരാം. മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യണം. അപ്പോൾ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഉള്ളൊരു ഹെയറിൻ്റെ ടെക്സ്ചറാണ്. ഞാൻ ജസ്റ്റ് ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് സ്ട്രൈറ്റനിങ്ങിൻ്റെ. നമുക്ക് പാർലറിൽ ചെയ്യുന്ന അത്ര എഫക്റ്റ് കിട്ടത്തില്ല, എന്നിരുന്നാലും അത്യാവശ്യം ഹെയർ സ്ട്രൈറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.